ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും കേക്ക് ഉണ്ടാക്കണ തിരക്കിലാവില്ലേ. അപ്പോൾ ഈസി ആയിട്ട് അധികം ചിലവില്ലാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ ഡേറ്റ്സ് ആൻഡ് ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ 1 kg ഡേറ്റ്സ് ആൻഡ് ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് നമുക്ക് ആദ്യം 2 ക്യാരറ്റ് എടുക്കാം കേട്ടോ. പിന്നെ ഒരു 5-6 ഈത്തപ്പഴം കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഇത്തിരി നീളമുള്ള ഈത്തപ്പഴം ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ 5-6 എടുത്തത്. നിങ്ങളിൽ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 10-15 എടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിതാ ഈത്തപ്പഴം ഇതുപോലെ നടുവത്തെ കുരുവൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് നമുക്ക് ക്യാരറ്റും കൂടെ വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം അതിൻ്റെയും കുരു എടുത്തിട്ട് കളഞ്ഞിട്ട് ബാക്കിയുള്ള ഈത്തപ്പഴം എന്താ ഇതുപോലെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ക്യാരറ്റിൻ്റെ തൊലി ഇതുപോലെ കത്തി വെച്ചിട്ടൊന്ന് ചുരണ്ടി കൊടുക്കാം. പില്ലർ വെച്ച് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ക്യാരറ്റ് വേസ്റ്റ് ആവും കേട്ടോ. ഞാൻ 2 ക്യാരറ്റ് എടുത്തെങ്കിലും എനിക്ക് ഇങ്ങനെ ചിരകി എടുത്തപ്പോൾ ഈ ഒരൊറ്റ ക്യാരറ്റ് മാത്രമാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചത്. അപ്പോൾ തന്നെ ഇത്രയും നമുക്ക് ക്യാരറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ആ ഈത്തപ്പഴം ഇതുപോലെ ഒന്ന് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ക്യാരറ്റ് ചിരകി എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള കാരമൽ സിറപ്പ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് 1/4 കപ്പ് പഞ്ചസാര എടുത്തതായതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഫ്ലെയിം നന്നായി കൂട്ടി വെച്ചതിന് ശേഷം ഇതുപോലെ ആകുമ്പോൾ ഫ്ലെയിം കുറച്ച് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ചൂടുവെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് ഒന്ന് ഇളക്കി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ അത് ആകെ കട്ട പിടിച്ച പോലെ ഉണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് ആ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നോക്കുമ്പോൾ ഇതുപോലെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ കാരമൽ സിറപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് 3 എഗ്ഗ് ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പൈനാപ്പിൾ എസൻസാണ്. അപ്പം ഞാനതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഇതുപോലെ ഇടവിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വിസ്ക് വെച്ച് ഇങ്ങനെ ബീറ്റ് ചെയ്തെങ്കിലും പിന്നീട് ഞാൻ ഇതുപോലെ ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ട് ഇതുപോലെ പതപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചേർക്കാം. അതിനായി 1/2 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ അരിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റും ഡേറ്റ്സും കൂടി അതിലേക്ക് ചേർത്ത് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച കാരമൽ സിറപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഞാൻ അതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ചേർത്തതിന് ശേഷം അതൊന്ന് പൊന്തി കിടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദയുടെ പൊടിയും കൂടി ഞാൻ വെതറി കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഏലക്കാപ്പൊടി, പിന്നെ ഗ്രാമ്പു, പട്ട, ജാതിക്ക ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. 1/2 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എൻ്റെ നിന്ന് സ്കിപ്പായി പോയിട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 2 അണ്ടിപ്പരിപ്പും പിന്നെ കുറച്ച് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് തന്നെ കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെയുള്ള ഒരു പാത്രത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ബേക്ക് ചെയ്യണത്. അപ്പോൾ ഞാൻ അതിലേക്ക് വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഒരു 45 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതുപോലെ അടിപൊളിയായിട്ട് നമ്മുടെ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. വളരെ ഈസി ആയിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം യൂസാക്കിക്കൊണ്ട് നമ്മൾ ഒരു അടിപൊളി ഡേറ്റ്സ് ആൻഡ് ക്യാരറ്റ് കേക്ക് ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ നട്ട്സിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദപ്പൊടിയും കൂടി വിതറിയിടുകയാണെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആയി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ, എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി റെസിപ്പീസായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബായ്.